നമസ്കാരം. സിനിമാ അനുഭവങ്ങളിലേക്ക് സ്വാഗതം. അത്ഭുതത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം, അതിന് ഒരു വ്യാഖ്യാനമുണ്ട്. ഭൂതമില്ലാത്തത്, ഇതിന് മുൻപില്ലാത്തത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. അത് ശരിയാണോ എന്നെനിക്കറിയില്ല. എന്തായാലും അത്ഭുതത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മറ്റൊരു അത്ഭുതമാണ്. 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് ഒരു ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ സിനിമ. അതാണ് അത്ഭുതം. അതിൻ്റെ പ്രമേയപരമായ അത്ഭുതത്തെക്കുറിച്ചും വ്യത്യാസങ്ങളെക്കുറിച്ചും അത് സമൂഹത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അത്ഭുതം എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു അത്ഭുതത്തിൻ്റെ പിന്നിലെ രഹസ്യം? 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് ഒരു ക്യാമറ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സിനിമ, അതായത് 90 മിനിറ്റിനടുത്തുള്ള ഒരു സിനിമ ചെയ്യാൻ എങ്ങനെ കഴിയും? കാരണം ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. ഈ നടീനടന്മാരൊക്കെ അഭിനയിക്കണ്ടേ? എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? അവിടെയാണ് എൻ്റെ ചിന്ത, അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ഒരു ആലോചനയിലേക്ക് പോയത്. 2006 ഈ സിനിമ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. ദയാവധത്തെക്കുറിച്ചാണ് സിനിമ പറയുന്നത്. ദയാവധം, ലോകത്തിലെ ആദ്യത്തെ ദയാവധം അമേരിക്കയിലെ ഓറിഗോൺ സ്റ്റേറ്റിൽ നടക്കുമ്പോൾ അത് ഒരു മലയാളിയാണ് അതിന് ആ രോഗിയായിട്ട് അനുഭവിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ആ രംഗം? ആ മലയാളിയായ ചന്ദ്രശേഖർ വാര്യർ എന്ന അപകടത്തിൽപ്പെട്ട് വയ്യാതായി വേദന അനുഭവിച്ച് കിടക്കുന്ന 10-12 വർഷമായി കിടക്കുന്ന അദ്ദേഹത്തിന് ഒരുപാട് പേരെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ നാട്ടിൽ നിന്നും അച്ഛനും അമ്മയും ബാല്യകാല സുഹൃത്തും അവരെ വിളിച്ചു വരുത്തുന്നു. തൻ്റെ ഭാര്യയും, ഭാര്യ അറിയാത്ത തൻ്റെ കാമുകിയും, തൻ്റെ നാടകകൃത്തായതുകൊണ്ട് തൻ്റെ നടനും, ഏറ്റവും പ്രശസ്തനായ നടനും, മറ്റ് പലരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ സമയത്തിന് കാത്തു നിൽക്കുന്നു. ഇതറിഞ്ഞ് ഒരുമാതിരിപ്പെട്ട എല്ലാ മീഡിയ പ്രവർത്തകരും വന്നിരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അവസാന രംഗമാണ്. അതായത് ദയാവധം നടപ്പിലാക്കാൻ പോകുന്ന അവസാന നിമിഷങ്ങൾക്ക് മുൻപുള്ള 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നേരമാണ് കഥ പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 മണിക്കൂർ, അവസാന 3 മണിക്കൂർ പറയുമ്പോൾ എന്തുകൊണ്ട് അതൊരു റിയൽ ടൈമിലായിക്കൂടാ എന്ന് വിചാരിച്ചു. ഒരാഗ്രഹമാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ചിത്രീകരിക്കാൻ. കാരണം റിഹേഴ്സലിന് നമ്മൾ ഒട്ടനവധി സമയം, ദിവസങ്ങൾ വേണ്ടി വരും. അങ്ങനെ തന്നെ തീരുമാനിച്ചു. ആദ്യം ചെല്ലുന്നത് റാമോജി ഫിലിം സിറ്റിയിലാണ്. അവിടുത്തെ റാമോജി ഫിലിം സ്റ്റുഡിയോയോട് പറഞ്ഞു, ഇങ്ങനെയൊരു പ്രോസസ്സാണ്. അന്ന് 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. ഏതാണ്ട് ഒരു 10 മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ അവർ സമ്മതിച്ചു. അവർ ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചലഞ്ച്, എങ്ങനെ എത്ര ഷോട്ടുകൾ കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാം? കാരണം സാധാരണഗതിയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ 400 അടി നീളമുള്ള ഫിലിമുകളാണ്, ഫിലിം ക്യാനുകളാണ്. അപ്പോൾ ഓരോ ഫിലിം ക്യാനും മാറ്റുമ്പോൾ, കാരണം ഒരു ക്യാമറയിലാണ്, ഒരു റോള് തീർന്നാൽ അടുത്ത റോള് ഫില്ല് ചെയ്യാനുള്ള ടൈം എടുക്കും. ആ ടൈം എന്തായാലും കുറച്ച് മിനിറ്റുകൾ അതിനുവേണ്ടി മാറി, അല്ലെങ്കിൽ വേസ്റ്റാവും. അങ്ങനെ ഒട്ടനവധി ഫിലിം റോളുകൾ മാറണം. അതിനെന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയാണ് 1000 അടി ലെങ്ത്തുള്ള ഫിലിം റോള് സംഘടിപ്പിച്ചു. അതുപോലെയുള്ള ക്യാമറ, അതിന് പോസിബിലിറ്റിയുള്ള ക്യാമറയും, അതുപോലെയുള്ള സിങ്ക് സൗണ്ടാണ് അത്. അതിൻ്റെ ശബ്ദം മുഴുവൻ കഴിയുന്നതും സിങ്ക് സൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്യാമറ, അതുപോലെ ഫിലിം റോൾ, അത് മദ്രാസിൽ നിന്ന് വരുത്തി. അങ്ങനെ ക്യാമറയും ഫിലിം റോളും ഒക്കെ റെഡിയാവുന്നു. ഇനിയും വേണ്ടത് ഈ സെറ്റ് എങ്ങനെയാണ്, ആ സെറ്റിന് മൂവ് ചെയ്യാൻ കഴിയുന്ന സെറ്റായിരിക്കണം. അതായത് നടുക്ക് ഒരു ഐസിയുവിലാണ് ചന്ദ്രശേഖർ വാര്യർ കിടക്കുന്നത്. അതിൻ്റെ ഒരു വശത്തുള്ള ഗ്ലാസ്സിലൂടെ ഡോക്ടർക്ക് കാണാൻ കഴിയണം. തൻ്റെ മുന്നിലുള്ള 2 ഗ്ലാസ് ജനലിലൂടെ മുഴുവൻ വന്നിരിക്കുന്ന എല്ലാ വിസിറ്റേഴ്സിനും, മീഡിയ പ്രവർത്തകർക്കും കാണുവാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഒരുക്കേണ്ടത്. അതുപോലെ ഈ മുറി തുറന്നാൽ, മുറിയുടെ മുൻവാതിൽ തുറന്നാൽ അതൊരു കോറിഡോറിലേക്ക് പോവുകയും ആ കോറിഡോർ നിറയെ
മീഡിയ പ്രവർത്തകർ നിൽക്കണം. അതിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു വിസിറ്റേഴ്സ് റൂമുണ്ട്. ആ വിസിറ്റേഴ്സ് റൂമിൽ വേണം മറ്റ് വിസിറ്റേഴ്സ് എല്ലാവരും കാത്തു നിൽക്കുന്നവർ, അതായത് വാര്യർ വിളിച്ചു വരുത്തിയിട്ടുള്ള ഓരോരുത്തരും കാത്തു നിൽക്കുന്ന സ്ഥലം അതാണ്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ആദ്യം ഉണ്ടാവണം. ഇതിൻ്റെ ക്യാമറ ഓരോ ഷോട്ടും 1000 അടിയുള്ള ഷോട്ടുകളാണ്. അതുകൊണ്ട് ഈ ICUവിൽ നിന്ന് ക്യാമറ മൂവ് ചെയ്ത് അടുത്ത കോറിഡോറിലൂടെ കടന്ന് വിസിറ്റേഴ്സ് റൂമിൽ പോയി തിരിച്ചു വരുന്ന എല്ലാ മൂമെൻറ്റുകളും അത് ഒരു ഷോട്ടായിരിക്കും, ഓരോന്നും ഓരോ ഷോട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഫ്ലോറിൻ്റെ പല വാതിലുകളും മാറിത്തരണം, അല്ലെങ്കിൽ തുറക്കാൻ കഴിയുന്നതായിരിക്കണം, സ്ലൈഡിങ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്ലാനുകൾ ഉണ്ടാക്കുന്നു. ആദ്യം സ്കെച്ച് വരയ്ക്കുകയാണ് ഫ്ലോറിൽ. അശോകനാണ് ആർട്ട് ഡയറക്ടർ. അശോകൻ ഭരതേട്ടൻ്റെ സഹോദരി പുത്രനാണ് അശോകൻ. തെലുങ്കിലെ ഏറ്റവും പ്രശസ്തനായ ആർട്ട് ഡയറക്ടറാണ് അശോകൻ. അങ്ങനെ അശോകൻ അതിനു വേണ്ടിയുള്ള സ്കെച്ച് വരയ്ക്കുന്നു. ആദ്യം ഫ്ലോറിൽ വെറും ചോക്ക് കൊണ്ടുള്ള സ്കെച്ചാണ്. ഇത് ICU, ഇത് വിസിറ്റേഴ്സ് റൂം, ഡോക്ടറിൻ്റെ മുറി, കോറിഡോർ, ഇങ്ങനെയുള്ള എല്ലാം വരച്ചു. ഇനിയും ആക്ടേഴ്സ്, സുരേഷ് ഗോപി രോഗിയായിട്ട് അഭിനയിക്കുന്നു, മമത ഉണ്ട് ഭാര്യയായിട്ട് അഭിനയിക്കുന്നു, മമത മോഹൻദാസ്, അമ്മയായിട്ട് KPS ലളിത, അച്ഛനായിട്ട് നെടുമ്പ്രം ഗോപി, നൗഷാദ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രശസ്തനായ ഒരു നടനാണ് നൗഷാദാണ് കോമാളിയുടെ വേഷം കെട്ടുന്നത്. അങ്ങനെ പിന്നെ കാവാലം ശ്രീകുമാറുണ്ട്. അദ്ദേഹം ഈ സീനിൽ തന്നെ പാടി അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ക്രിസ് എന്ന് പറഞ്ഞാൽ സ്വീഡനിൽ നിന്ന് വന്നൊരു ആക്ടറുണ്ട്, ഡോക്ടറായിട്ട്, സീനിയർ ഡോക്ടറായിട്ട്. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ആദ്യത്തെ പ്രധാനപ്പെട്ട സീനുകളിൽ മുഴുവൻ വരുന്ന പ്രധാന നടീനടന്മാരെ മുഴുവൻ അവർക്ക് തിരക്കഥ കൊടുത്ത് ഡയലോഗുകൾ ബൈഹാർട്ട് ചെയ്യിപ്പിച്ച് ഈ വരച്ചിരിക്കുന്ന ഫ്ലോറിൽ വരച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളിലൂടെ അവരുടെ മൂവ്മെൻറ്റും അവരുടെ ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ പഠിക്കുകയാണ് അവർ. അത് ഏതാണ്ട് 2-3 ദിവസങ്ങളിൽ അവർ അവരുടെ ഓരോ മുറിയിലേക്ക് വരുന്നതും പോകുന്നതും അങ്ങനെയുള്ള എല്ലാ സീനുകളും പഠിക്കുന്നു, റിഹേഴ്സൽ ചെയ്യുന്നു. ഇതേസമയം അതിൻ്റെ ഫ്ലോറിൽ ഉണ്ടാക്കേണ്ട മറ്റ് മുറികളായി മാറേണ്ട അതിൽ കാർപ്പൻ്റർ വർക്കൊക്കെ നടക്കുന്നുണ്ട്. 3-4 ദിവസമായപ്പോഴേക്കും ആ റൂമിൻ്റെ ഫോം എല്ലാം ഏതാണ്ട് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ സെറ്റിൻ്റെ ഫോമിലാകുന്നു, ഏതാണ്ട് സെറ്റിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഫോമിലാകുന്നു. ഈ ഫോമിൻ്റെ അകത്ത് ആക്ടേഴ്സ് മൂവ് ചെയ്തിട്ടുള്ള റിഹേഴ്സൽ നടക്കുന്നു. അത് കഴിഞ്ഞ് 5-6 ദിവസമായപ്പോൾ ക്യാമറ കൊണ്ടുവരുന്നു. ക്യാമറയും ആക്ടേഴ്സും വെച്ചിട്ടുള്ള റിഹേഴ്സൽ നടക്കുന്നു. ഓരോ ഷോട്ടും എങ്ങനെയാണ്, പാന്തർ പോലെയുള്ള ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഒരേ സമയം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിലിറ്റീസ് മുഴുവൻ നോക്കുന്നു. ഒരു ഷോട്ട് ഇതിൽ സ്റ്റഡി ക്യാമിലായിരിക്കും, അതിൻ്റെ മൂവ്മെൻറ്റുകൾ നോക്കുന്നു. അങ്ങനെ ഓരോ വ്യത്യസ്തമായ ഷോട്ടുകൾ മുഴുവൻ ക്യാമറ വെച്ച് നോക്കുന്നു, റോൾ ചെയ്യാതെ ക്യാമറ വെച്ച് നോക്കുന്നു. ഇങ്ങനെ എല്ലാ മൊമെൻറ്റുകളും ഡയലോഗ് ഡെലിവറി ഉൾപ്പെടെയുള്ള എല്ലാം കഴിഞ്ഞ് അവസാന ദിവസത്തിന് മുൻപ്, ചിത്രീകരിക്കുന്ന ദിവസത്തിന് തൊട്ട് മുൻപ് കോസ്റ്റ്യൂമും ഇട്ടിട്ട് എല്ലാവരുടെയും ഓൾമോസ്റ്റ് ലൈക്ക് എ റിയൽ ഷൂട്ടിംഗ് പോലെ ഒരു ടൈമിംഗ് വെച്ച് ഞങ്ങൾ ഒരു റിഹേഴ്സൽ ചെയ്യുകയാണ്. അന്നേരവും ഞങ്ങളുടെ തീരുമാനം ഒരു 10 മണിക്കൂർ അടുപ്പിച്ചെത്തും ഈ ഷൂട്ട് മുഴുവൻ തീരാൻ. പക്ഷേ ആ ചിത്രീകരണ സമയത്ത് അത്ഭുതമാണ് ശരിക്കും. സിനിമയുടെ പേര് പോലെ തന്നെ ഒരു തുടങ്ങുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ ഷോട്ടുകളും തീരുന്നു, പെട്ടെന്ന് ആ ക്യാൻ മാറ്റി അടുത്ത 1000 അടി ക്യാൻ കയറ്റുന്നു, അടുത്ത ഷോട്ടിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഓരോ മൊമെൻറ്റുകളും നടക്കുന്നു. ഒരു സമയത്ത് ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. ഒരു പ്രാവശ്യം പാന്തർ ആണെങ്കിൽ അടുത്തത് സ്റ്റഡി ക്യാം ആയിരിക്കും, അടുത്തത് വീണ്ടും മറ്റത്. അങ്ങനെയുള്ള ഓരോ ഷോട്ടുകളും മാറി ഈ ഒരു മായാലോകത്ത്, അല്ലെങ്കിൽ ഒരു നമ്മളൊരിക്കലും വന്നുപെട്ടിട്ടില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും ആ ഒരു ട്രാൻസിലായിരുന്നു. എല്ലാവരും മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഇതിനു മുൻപ് നടന്ന റിഹേഴ്സലിനേക്കാളൊക്കെ സുന്ദരമായിട്ട് തെറ്റാതെ എല്ലാവരും പെർഫോം ചെയ്തു.
അങ്ങനെ അവസാന ഷോട്ട് കഴിഞ്ഞ് ടൈം നോക്കുമ്പോൾ 2 മണിക്കൂർ 14 മിനിറ്റ്. ഞങ്ങളൊക്കെ എക്സൈറ്റഡായി. കാരണം ഒരിക്കലും സാധ്യമല്ല ഒരു ക്യാമറ വെച്ച് ഏതാണ്ട് 90 മിനിറ്റ് അടുത്ത് വരുന്ന ഒരു സിനിമ ചെയ്യാൻ. ഇത്രയും ആക്ടേഴ്സുള്ള, ഇത്രയും ഡയലോഗുകളുള്ള, ഇത്രയും മോമെൻറ്റ്സ് ഉള്ള ഒരു സിനിമ ചെയ്യാൻ 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് കഴിയുക എന്നുള്ളത് സാധ്യമല്ല. ഇനിയും സാധ്യമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയധികം ഞങ്ങൾ ശ്രമപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിലെത്താൻ കഴിഞ്ഞത്. അപ്പോൾ സിനിമ ആദ്യത്തെ യൂത്തനേഷ്യ പോലെ, ആദ്യത്തെ ദയാവധം പോലെ അത്ഭുതം. പക്ഷേ ആദ്യത്തെ മേക്കിങ് പോലെ ലോകത്തിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാമറ കൊണ്ട് 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലുള്ള സിനിമയാണ് അത്ഭുതം. ഗിന്നസ് റെക്കോർഡ് കിട്ടാത്തത്, ഗിന്നസിൽ അങ്ങനെ ഒരു സ്ലോട്ടില്ല. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന സിനിമ എന്നുള്ളൊരു സ്ലോട്ട് അവരുടെ സെഗ്മെൻറ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഗിന്നസിൽ വരാഞ്ഞത്. ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അത്ഭുതം വരുമ്പോൾ അതിൻ്റെ മനസ്സിൽ അത്ഭുതമായിട്ട് അവശേഷിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ മറക്കാതെ സൂക്ഷിക്കുന്നുണ്ട്. നെടുമ്പറം ഗോപി, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് അച്ഛൻ്റെ കഥാപാത്രം ചെയ്യുന്നത്. അദ്ദേഹം ഈ റിഹേഴ്സൽ കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു, അദ്ദേഹം മുറിയിലേക്ക് പോകുന്ന സമയത്തേക്ക് അദ്ദേഹം ഫെയിൻ്റായി, ടോട്ടലി ബ്ലാക്ക് ഔട്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന് എന്താ അറിയില്ല, ഒന്നുമായി ബന്ധമില്ല. അദ്ദേഹത്തിന് പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയുന്നില്ല, പ്രസൻറ്റിലുള്ളതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹം ടോട്ടലി ബ്ലാങ്ക്, അബ്സല്യൂട്ട്ലി ബ്ലാങ്ക്. ആഴ്ചകളോളം അദ്ദേഹം ആ പൊസിഷനിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരുപക്ഷെ പ്രഷേഴ്സ് ആയിരിക്കും. കാരണം ഇത്രയും ഷൂട്ടിങ്ങിന് വേണ്ടി ആ മൂവ് ചെയ്തതിൻ്റെയും അല്ലെങ്കിൽ ഇതെന്തായി തീരും എന്നുള്ള ആകാംക്ഷയുടെ ഒക്കെ ആവാം എന്തോ അദ്ദേഹത്തിൽ ബാധിച്ചതാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തെ രക്ഷിച്ചത് മൊബൈൽ ഫോണാണ്. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ഫോൺ കോളുകൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അടുത്ത് വെച്ച് ഇവിടുന്ന് കേൾക്കുന്ന ഹലോ എന്നുള്ള വിളിയിൽ അദ്ദേഹം റിയാക്ട് ചെയ്യാൻ തുടങ്ങി. കുറേശ്ശെ മറുപടി പറയാൻ തുടങ്ങി. പിന്നെ സംസാരിക്കാൻ തുടങ്ങി. കുറച്ചായിട്ട് അദ്ദേഹം തിരിച്ച് സാധാരണ ജീവിതത്തിലോട്ട് വരികയും എൻ്റെ തന്നെ മറ്റ് 2-3 സിനിമകളിൽ അദ്ദേഹം പിന്നെ അഭിനയിക്കുകയും ചെയ്തു. അത് ഞാൻ മറക്കാതെ ഓർമ്മിക്കാൻ കാര്യം അന്ന് ഒരുപക്ഷെ നഷ്ടപ്പെടും എന്ന് വിചാരിച്ച ഒരു നിമിഷമായിരുന്നു. അത്ഭുതം എന്തുകൊണ്ടും എൻ്റെ പരീക്ഷണ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ്. നമ്മളിന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ ഭയത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ദയാവധം സുപ്രീം കോടതി അനുവദിച്ചു. ഹരീഷ് റാണ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് സപ്പോർട്ടിംഗ് മെഷീൻസ് കട്ട് ചെയ്തതിലൂടെ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന ഒരു വലിയ സത്യം നമ്മുടെ മുന്നിൽ ആദ്യത്തെ ഭാരതത്തിലെ ദയാവധം നിലനിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 2006 20 വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. മനുഷ്യരാശിയുടെ മുന്നിൽ നമ്മൾ പറഞ്ഞ പ്രമേയം എന്തായിരുന്നു എന്നറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ അത്ഭുതം എന്ന സിനിമ കാണണം. നന്ദി, നമസ്കാരം.